കാർഷിക വാർത്തകൾ. കേരളത്തിലെ തലനാട് ഗ്രാമ്പൂവിന് ഭൗമസൂചിക പദവി. പുതിയ അംഗീകാരത്തോടെ തലനാടിന് രാജ്യാന്തര വിപണിയിൽ പ്രിയമേറും. കോട്ടയം ജില്ലയിലെ ഗ്രാമ്പൂ കർഷകർക്കാണ് കൂടുതൽ നേട്ടം. കോട്ടയം ജില്ലയിലെ തലനാട്ടിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത്തരം ഗ്രാമ്പു കൃഷി ചെയ്യുന്നത്. മൊട്ടിന്റെ ആകർഷക നിറം, വലുപ്പം എന്നിവ കൊണ്ട് വിപണിയിൽ മുമ്പേ തന്നെ ശ്രദ്ധ നേടിയതാണ് ഈ ഗ്രാമ്പു. ഭൗമസൂചിക പദവി ലഭിച്ചതോടെ ദേശീയ അന്തർദേശീയ വിപണികളിൽ ഇതിന് പ്രിയമേറുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. മീനച്ചൽ താലൂക്കിലെ മലമ്പ്രദേശമായ തലനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഗ്രാമ്പുവിന്റെ ജന്മദേശം. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ ഗ്രാമ്പു കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ്. ഗ്രാമ്പുവിന്റെ സുഗന്ധം, രുചി, നിറം, ഔഷധഗുണം എന്നിവ വർദ്ധിപ്പിക്കുന്നു. ഡിസംബർ ജനുവരിയിലാണ് വിളവെടുപ്പ്. ഈരാറ്റുപേട്ട ബ്ലോക്കിലെ തലനാട്, തീക്കോയി, മേലുകാവ്, പൂഞ്ഞാർ തെക്കേക്കര, തലപ്പലം, തിടനാട്, മൂന്നിലവ് എന്നീ പഞ്ചായത്തുകളിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും തലനാടൻ ഗ്രാമ്പു കൃഷി ചെയ്യുന്നു. തലനാടൻ ഗ്രാമ്പു എന്ന ബ്രാൻഡിൽ തന്നെ ഇത് വിപണിയിലെത്തിക്കാൻ നടപടി ആരംഭിച്ചതായി തലനാടൻ ക്ലോവ് ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 758 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി. 14 ജില്ലകളിലായി കൂട്ടു ഉത്തരവാദിത്ത സംഘങ്ങൾ വഴിയാണ് കൃഷി ചെയ്യുന്നത്. സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി പുരോഗമിക്കുകയാണ്. 14 ജില്ലകളിലായി 758 ഏക്കറിലാണ് കൃഷി. ഇതിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 386 ഏക്കറിലാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷി നടത്തിയിരിക്കുന്നത്. കൂടാതെ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കോട്ടയം ജില്ലകളിലും തണ്ണിമത്തൻ കൃഷി വ്യാപകമാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കുറവ്. ഹൈബ്രിഡ് ഇനത്തിൽപ്പെടുന്ന അരോഹി, മുക്കാസ F1, കിരൺ, വരയൻ തണ്ണിമത്തൻ, ഷുഗർ ബേബി, ഷുഗർ ക്വീൻ, ജൂബിലി കിങ്, യെല്ലോ മഞ്ച്, ഓറഞ്ച് ഡിലൈറ്റ് തുടങ്ങി വിവിധ ഇനം തണ്ണിമത്തനാണ് സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്നത്. കീടബാധയും രോഗങ്ങളും താരതമ്യേന കുറവാണെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി സജീവമായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് ഗണ്യമായി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇഞ്ചി വില മാസങ്ങളായി കനത്ത ഇടിവിൽ. മുടക്കം മുതൽ പോലും ലഭിക്കാതെ കർഷകർ. ആവശ്യക്കാർ കുറയുകയും ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തതാണ് ഇഞ്ചിവില ഇടിയാൻ കാരണം. കഴിഞ്ഞ വർഷം ചാക്കിന് 6000 രൂപ ഉണ്ടായിരുന്നിടത്ത് നിലവിൽ 1500 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഗുണനിലവാരവും നിറവുമെല്ലാം നോക്കിയാണ് വ്യാപാരികൾ വില നിശ്ചയിക്കുന്നത്. കൃഷിയിറക്കുന്ന മണ്ണിന്റെ ഘടന നിറത്തിലും ഗുണത്തിലും പ്രതിഫലിക്കും. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ മലയാളി കർഷകർക്ക് പുറമെ തദ്ദേശീയരും വ്യാപകമായി ഇഞ്ചി കൃഷി നടത്തുന്നുണ്ട്. ഇതുമൂലം ആവശ്യത്തിൽ കൂടുതൽ ഇഞ്ചി വിപണികളിലെത്തുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഗോവ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ ഇഞ്ചിക്കൃഷി സജീവമാണ്. ഇവ മാർക്കറ്റുകളിൽ സുലഭമാണ്. കർണാടകയിൽ മൈസൂരു, ഷിമോഗ, മാണ്ഡ്യ, ഹാസൻ, ചാംരാജ് നഗർ, ഹുബ്ലി, ഹവേരി, കൂർഗ് ജില്ലകളിലാണ് മലയാളികൾ കൂടുതൽ കൃഷി നടത്തുന്നത്. ഇവിടങ്ങളിൽ വിളവെടുക്കുന്ന ഇഞ്ചി കച്ചവടക്കാർ വാങ്ങി നാഗ്പൂർ, മുംബൈ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, ജയ്പൂർ, മേട്ടുപ്പാളയം, ചെന്നൈ, മധുര തുടങ്ങിയ നഗരങ്ങളിലേക്കാണ് പ്രധാനമായും കയറ്റി അയക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊക്കോ ഉൽപാദന രാജ്യങ്ങൾ വരൾച്ചയിൽ. വിലവർധന പ്രതീക്ഷിച്ച സംസ്ഥാനത്തെ വ്യാപാരികൾ. പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾ വീണ്ടും വരൾച്ചയിലാണ്. മുഖ്യ കൊക്കോ ഉൽപാദക രാജ്യങ്ങളായ ഐവറി കോസ്റ്റിലും ഘാനയിലും മഴയിൽ ഗണ്യമായ കുറവുണ്ടായത് കർഷകരെ ആശങ്കയിലാഴ്ത്തി. രണ്ടാം വിളവിനൊരുങ്ങുന്ന 2 രാജ്യങ്ങളിലും ഇത്തവണ ഉൽപാദനത്തിൽ ഇടിവ് സംഭവിക്കുമെന്നാണ് സൂചന. ഇത്തവണ വിളവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 9% കുറയുമെന്നാണ് ആദ്യ വിലയിരുത്തലെങ്കിലും ഇതിലും കുറയാനും ഇടയുണ്ട്. ഈ മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കും. ഐവറി കോസ്റ്റിൽ കഴിഞ്ഞ വർഷം വിളവ് 9.44 ലക്ഷം ടണ്ണായിരുന്നത് ഇക്കുറി 9 ലക്ഷം ടണ്ണായി കുറയും. ഘാനയിൽ വിളവ് 5% ചുരുങ്ങുമെന്നാണ് നേരത്തെ കണക്കുകൂട്ടിയത്. യൂറോപ്പിലെ കൊക്കോ സംസ്കരണ കേന്ദ്രങ്ങളിൽ ചരക്കുവരവ് ചുരുങ്ങിയത് വ്യവസായികളെ ഇതിനകം തന്നെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏഷ്യൻ വിപണികളിൽ റബ്ബർ ഭീഷണി നേരിടുന്നു. അമേരിക്കൻ പരസ്പര താരിഫിന് പുറമെ വരണ്ട കാലാവസ്ഥയും മൂലം പല രാജ്യങ്ങളും ടാപ്പിംഗിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഉയർന്ന ഇറക്കുമതി നികുതികൾ ഏർപ്പെടുത്തി കയറ്റുമതി രാജ്യങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പല രാജ്യങ്ങളും. വരണ്ട കാലാവസ്ഥ മൂലം ഒട്ടുമിക്ക രാജ്യങ്ങളിലും റബ്ബർ ടാപ്പിംഗിൽ നിന്നും ഉൽപാദകർ വിട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷീറ്റ് വില ഉയരുമെന്ന പ്രതീക്ഷയിൽ ചിലർ ചരക്ക് സംഭരിച്ചിട്ടുമുണ്ട്. US ഏർപ്പെടുത്തിയ ഉയർന്ന താരിഫ് മൂലം കയറ്റുമതികൾക്ക് തിരിച്ചടി നേരിടുമെന്ന ഭീതിയിലാണ് ബീജിംഗിലെ ഓട്ടോമൊബൈൽ മേഖല.
ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഇറക്കുമതി നടത്തുന്നതും ടയർ കയറ്റുമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നതും ചൈനീസ് കമ്പനികളാണ്. പ്രതികൂല സാഹചര്യം കണക്കിലെടുത്ത റബ്ബർ സംഭരണത്തിൽ വരുത്തിയ നിയന്ത്രണം ബാങ്കോക്കിൽ ഷീറ്റ് വില വാരത്തിന്റെ തുടക്കത്തിലെ 20,600 നിന്നും 19,400 ഇടിയാൻ കാരണമായി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ 4ാം ഗ്രേഡ് 20,300 രൂപയിലാണ്. വാരാന്ത്യം ഗ്രാമീണ മേഖലകളിലെ ചെറുകിട വിപണികളിൽ 4ാം ഗ്രേഡ് കിലോ 198.5 രൂപയിൽ വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദിവസം തോറും വില ഉയർന്ന കുരുമുളക്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഉൽപാദന ഇടിവ് വില വർധനയ്ക്ക് ആക്കം കൂട്ടി. കുരുമുളക് വില നിത്യേന ഉയർന്നത് കർഷകരെയും സ്റ്റോക്കിസ്റ്റുകളെയും ആവേശം കൊള്ളിച്ചു. കാർഷിക മേഖലകളിലെ ചെറുകിട വിപണികളിൽ ചരക്കുവരവ് ചുരുങ്ങിയതിനാൽ വാങ്ങലുകാർ നിരക്കുയർത്തിയെങ്കിലും ലഭ്യത പല അവസരത്തിലും ആവശ്യാനുസരണം ഉറപ്പുവരുത്താനായില്ല. ഇതിനിടയിൽ കേരളത്തിൽ കുരുമുളക് ഉൽപാദനം ഒരു വ്യാഴവട്ട കാലയളവിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് ഇടിഞ്ഞതായുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തൽ ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റത്തിന് വേഗത പകർന്നു. ദക്ഷിണേന്ത്യയിൽ കുരുമുളക് ഉൽപാദനം ചുരുങ്ങിയത് അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ കുരുമുളകിന് വില കുതിച്ചുകയറാനിടയാക്കി. രൂക്ഷമായ വരൾച്ചയിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും വിളവ് കുറഞ്ഞു. കർണാടകത്തിൽ നിന്നും മികച്ച ഇനം കുരുമുളക് കിലോ 800 രൂപയ്ക്ക് വരെ ഉത്തരേന്ത്യൻ ഇടപാടുകാർ ശേഖരിച്ച വിവരം ഉൽപാദകരെ ചരക്ക് പിടിക്കാൻ പ്രേരിപ്പിക്കും. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 71,400 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് 2ാം വിള നെല്ല് സംഭരണം ഊർജിതമായി. 57 മില്ലുകളുമായി കരാറിൽ ഒപ്പുവെച്ചതായും സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 2024-25 സംഭരണ വർഷത്തെ